ഈ 19/8/2016 തീയതിയാണ്, അതൊരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ശേഷം എനിക്കൊരു ഫോൺ കിട്ടി. പെരുമ്പാവൂർ CI ബൈജു പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു വിജിലൻസിൻ്റെ ടീം ഒരു വീട്ടിൽ വന്ന് പരിശോധന നടത്തി. പക്ഷെ അവർ ആ പരിശോധന കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവർ 43 പവൻ്റെ സ്വർണ്ണാഭരണം ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്തും കാണുന്നില്ല. അപ്പോൾ വിജിലൻസിൻ്റെ ടീം സാധാരണ വീട്ടിലൊന്ന് പരിശോധിക്കുന്നത് വളരെ അപൂർവമാണ്. ഒരു ട്രാപ്പ് കേസിലൊക്കെ മാത്രമാണ് അങ്ങനെ ഉണ്ടാവാറ്. ഇല്ലെങ്കിൽ അവർ നേരത്തെ ഇൻറ്റിമേറ്റ് ചെയ്ത് കൂടെ വിറ്റ്നസിനെയൊക്കെ കൂട്ടിയാണ് വരാറ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വിജിലൻസിൻ്റെ ടീം ആണെന്ന് അവർ പറയുന്നതാണോ? അതെ സാർ, വിജിലൻസിൻ്റെ ടീം എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരിക്കുക, അത് വിജിലൻസിൻ്റെ ടീം ആവാൻ സാധ്യതയില്ല എന്ന് CI എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെ എൻ്റെ ഓപ്പറേഷൻ? അപ്പോൾ പറഞ്ഞൊരു ഇന്നോവ വണ്ടിയിലാണ് വന്നേക്കണേ. അപ്പോൾ യൂണിഫോം ഇട്ടൊരു പോലീസുകാരൻ വല്ല ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, യൂണിഫോം ഇട്ട പോലീസുകാരൻ വിജിലൻസ് സാധാരണ വിളിക്കുകയാണെങ്കിൽ ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണോ പരിശോധന നടത്തേണ്ടത് ആ പോലീസ് സ്റ്റേഷൻ അറിയിക്കും. അതായത് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു സ്ഥലം, ഒരു വീട്, ഒരു കട പരിശോധിക്കണമെങ്കിൽ അവർ ആ പെരുമ്പാവൂർ CIനെയോ DYSPനെയൊക്കെ വിളിച്ച് ഒരു പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ ആ കാര്യം ഇൻറ്റിമേറ്റ് ചെയ്തിട്ട് പോലീസിനെ ചോദിക്കും. അവർ വരുന്ന സ്ഥലത്ത് നിന്നൊരു പോലീസിനെ കൂട്ടിക്കൊണ്ടുവരുന്ന രീതി വിജിലൻസിനില്ല, ശരിയുമല്ല. അപ്പോൾ ഏതായാലും CI അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു DYSPനെ അറിയിക്കുക, DYSPനോട് അങ്ങോട്ട് ചെല്ലാൻ പറയുക. അപ്പോൾ പെരുമ്പാവൂർ DYSP അന്ന് സുദർശനാണ്, സുദർശനോടും ചെല്ലാൻ പറഞ്ഞു. ഞാനിവിടെ നിന്ന് നേരെ വണ്ടിയെടുത്ത് ആലുവ എൻ്റെ SP ഓഫീസിൽ നിന്നും ഈ പാറപ്പുറം എന്ന് പറഞ്ഞ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ പരിചയപ്പെട്ട സിദ്ദിഖ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ സിദ്ദിഖിൻ്റെ വീട്ടിലാണെങ്കിൽ കള്ളമുണ്ടായിരിക്കും. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഹാറൂൺ എന്ന് പറഞ്ഞൊരു ASI ഉണ്ട്, വളരെ നല്ല ASIയാണ്. അദ്ദേഹം ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ലൈസൺ ഓഫീസറായിരുന്നു. ആൾക്കാരായിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ലൈസൺ വർക്ക് അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഹാറൂൺ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എൻ്റെ ഇക്കേൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഇങ്ങനെ കളവ് നടന്നിട്ടുണ്ട്, അത് പോലീസ് എന്ന് പറഞ്ഞു വന്നൊരു ടീം അലമാര തുറന്ന് സ്വർണ്ണാഭരണമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് എൻ്റെ അടുത്ത് CI സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ പുരുഷന്മാരുണ്ടായില്ലേ? അപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത്, എൻ്റെ വെള്ളിയാഴ്ച ചെയ്തുകൊണ്ട് സാർ ജുമാ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പോയിരുന്നു. ഈ വീട്ടിൻ്റെ ഉടമസ്ഥൻ നാഥൻ സിദ്ദിഖ് പള്ളിയിൽ പോയിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇവർ വന്നിരിക്കുക. അപ്പോൾ ഞാൻ ഹാറൂണിനോട് പറഞ്ഞു, ഹാറൂൺ അത് നല്ലൊരു പ്രൊഫഷണൽ ടീമാവും, ഈ പുരുഷന്മാർ ആ സമയത്ത് വീട്ടിലുണ്ടാവില്ല എന്നും അറിഞ്ഞിട്ട് വന്നൊരു ടീമായിരിക്കും, നേരത്തെ വീട് കണ്ടുവച്ച ടീമായിരിക്കും. ഞാൻ നേരെ ഈ പറഞ്ഞ ഹാറൂൺ പറഞ്ഞ സിദ്ദിഖിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഞാനവിടെ എത്തുമ്പോൾ സിദ്ദിഖുണ്ട്, ഈ ഹാറൂണിൻ്റെ ജ്യേഷ്ഠനുണ്ട്, CIയും പാർട്ടിക്കുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഈ വീടിൻ്റെ അലമാര മുഴുവൻ ഒരു വാരി വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ടീം നടത്തുന്ന ഒരു ഓപ്പറേഷൻ, ഒരു ഡക്കോയിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഏതായാലും അതിനെപ്പറ്റി അന്വേഷിക്കാൻ പറഞ്ഞു. ഈ ആൾക്കാരാരെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നത് സിദ്ദിഖിൻ്റെ ഭാര്യയാണ്. സിദ്ദിഖിൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഈ എങ്ങനെയാണ് സംഭവം ഉണ്ടായതെന്ന് വിവരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ സിദ്ദിഖിൻ്റെ ഭാര്യ പറഞ്ഞത്, ഇവർ ഇന്നോവ കാറിന് വന്നു, ഒരു 6 പേരോ 7 പേരോ കാണും. അവർ കാറ് അവിടെ പുറത്ത് നിർത്തി, എന്നിട്ട് നടന്നു വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വിജിലൻസ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ അനധികൃതമായിട്ട് പണം സൂക്ഷിച്ചിട്ടുണ്ട്, ഒരുപാട് പണം സൂക്ഷിച്ചിരുന്ന വിവരമുണ്ട്, അതുകൊണ്ട് പരിശോധിക്കണം. അപ്പോൾ കൂടെ യൂണിഫോം ഇട്ടൊരു പോലീസുകാരൻ്റെ ആൾ, ക്യാപ്പൊന്നും ഉണ്ടായാലും യൂണിഫോം മാത്രമേ ഇട്ടിട്ടുണ്ടായുള്ളൂ. ഒരു കറുത്തിട്ട് ഒരു 5 അടി 6 ഇഞ്ച് ഉയരം ഉണ്ടാവുള്ളൂ, അത്ര ഉള്ളൊരു പോലീസുകാരനാണ്, യൂണിഫോമിലായിരുന്നു. മറ്റുള്ളവരൊക്കെ വളരെ സൈസുള്ളവരും മലയാളത്തിൽ സംസാരിച്ചിരുന്നവരുമാണ്. ഇവരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോയിരിക്കണം, മറ്റേ നടുമുറിയിൽ പോയിരിക്കണം. അപ്പോൾ ഇവർ നേരെ ഡ്രോയിങ് റൂമിൽ പോയി വെയിറ്റ് ചെയ്തു. ഇവർ ആ റൂമൊക്കെ പരിശോധിച്ചു, എല്ലാ സ്ഥലവും പരിശോധിച്ചു. എന്നിട്ട് പോകുമ്പോൾ പറഞ്ഞു, ഞങ്ങളിതൊക്കെ പരിശോധിച്ചാറുണ്ട്, ഞങ്ങൾ വീണ്ടും വരും, ചോദിക്കും, ഇതൊക്കെ നോക്കട്ടെ, എന്നിട്ട് കാര്യങ്ങൾ പറയാം. ശരി എന്ന് പറഞ്ഞു. ഇവർ പോയതിന് ശേഷം സിദ്ദിഖിൻ്റെ ഭാര്യ വന്നിട്ട് അലമാര പരിശോധിച്ചു. അന്നേരം അലമാരയിലിരുന്ന ഏകദേശം 43 പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ, ക്യാഷായിട്ട് ഏകദേശം 65,000 രൂപ, വാച്ച്, വിലപിടിപ്പുള്ള ഒരു വിധം അലമാരയിലുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും അവിടുന്ന് കവർച്ച ചെയ്യപ്പെടുന്നവർക്ക് മനസ്സിലാകുന്നു.
അപ്പോൾ അവർക്ക് തോന്നി ഇത് വിജിലൻസിൻ്റെ ടീമാവാൻ വഴിയില്ല, ഈ വിജിലൻസിൻ്റെ പേര് പറഞ്ഞതാവും. കാരണം ഈ അലമാരയിലിരുന്ന പൈസയും മറ്റുമൊക്കെ കവർച്ച ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അതൊരു പ്രൊഫഷണൽ ടീമാവുന്നൊരു തോന്നൽ അവർക്കുണ്ടായി. അവരോടൊപ്പം തന്നെ സിദ്ദിഖിനെ വിളിച്ചറിയിക്കാൻ നോക്കി. പക്ഷേ സിദ്ദിഖ് പള്ളിയിലായതുകൊണ്ടാണെന്നൊന്നും കിട്ടിയില്ല. സിദ്ദിഖ് പള്ളിയിൽ നിന്ന് വന്നപ്പോൾ വിവരങ്ങൾ മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു. സിദ്ദിഖ് ഉടൻ പോലീസിൽ വിളിച്ചറിയിക്കുകയും അവിടെ പെരുമ്പാവൂർ സിനെ അറിയിക്കുകയും SIനെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മളൊരു കേസ് എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ബൈജു പൗലൂസ് ആയിരുന്നു അതിൻ്റെ അവിടുത്തെ CI. അപ്പോൾ അവിടെ നിന്ന് കിട്ടാവുന്ന ഡംപ് വെച്ചിട്ട് കിട്ടാവുന്ന ഡീറ്റെയിൽസ് അവിടെ ഒറിജിനേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് മുഴുവൻ എടുത്തു. അപ്പോൾ നമുക്ക് തോന്നി ഇവർ നേരിട്ട് ഇങ്ങോട്ട് വരാണ്ട് വരുന്ന വഴി എവിടെയെങ്കിലുമൊക്കെ ഹാൾട്ട് ചെയ്യാൻ വഴിയുണ്ട്. അങ്ങനെ നമ്മൾ ഒരേ പരിസരത്തും ഈ പറയുന്നത് അന്വേഷിച്ച് അന്ന് അവിടെ SI ഒരു അനൂപായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. SI അനൂപ് ഒരു സ്ക്വാഡിൽ അന്ന് എൻ്റെ ടീമിലൊരു ജോയി ഉണ്ടായിരുന്നു, ഒരു രാജേഷ് ഉണ്ടായിരുന്നു, വേറൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു, രജീഷ് കുമാർ മറ്റൊരു 3 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് ഇതിൻ്റെ പുറകൊന്ന് നിൽക്കാൻ പറഞ്ഞു. ഇവർ ബൈജു പൗലൂസിൻ്റെ ടീമും ഇവരുടെ ടീമും കൂടി ഒന്നിച്ചാണെന്ന് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ആലുവ പെരുമ്പാവൂർ റൂട്ടിലെ അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, ഒരു വലിയ മുസ്ലിം പള്ളിയാണ്. നമ്മൾ പോകുമ്പോൾ കാണാം. അവിടെ നിന്ന് ആലുവയിൽ നിന്ന് പെരുമ്പാവൂർക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ 2 റൂട്ടുണ്ട്, പിന്നെ KSRTC റൂട്ടും മറ്റേ പ്രൈവറ്റ് ബസ് റൂട്ടുണ്ട്, അങ്ങനെ അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഈ KSRTC റൂട്ടിലാണെന്നാണ് ഓർമ്മ. ആ പള്ളിയിൽ വന്ന് ഹാൾട്ട് ചെയ്തിട്ടാണ് അവിടെ വന്ന് താമസിച്ചിട്ടാണ് ഇവർ താമസിച്ചെന്ന് പറഞ്ഞാൽ അവർ ഇത് ബ്രീഫ് ഹോൾട്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ നിന്നാണ് ഇവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന CCTV കിട്ടുമെന്ന് നോക്കി, മറ്റുള്ള ഡംപ് എടുത്ത് നോക്കി. ആ ഡംപിൽ നിന്നാണ് നമുക്ക് 2-3 പേരെ നമ്പർ കിട്ടുകയാണ്. അപ്പോൾ ഏകദേശം നോക്കുമ്പോൾ ഈ പറയുന്ന പള്ളീൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൂടാണ്ട് അവർ ഈ പറയുന്ന സിദ്ദിഖിൻ്റെ വീടിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി ഈ ഡംപിൽ നിന്നും കിട്ടിയ മൊബൈൽ നമ്പർ ഉപയോഗിച്ച്, ഇല്ലെങ്കിൽ ഈ പ്രതികൾ ആ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നുള്ള ദിവസത്തെ എടുക്കുമ്പോൾ ഇവർ ചാവക്കാട് വഴിയാണ് വന്നിരിക്കുന്നത്. ചാവക്കാട് വഴി ഈ പറയുന്ന മലപ്പുറം വഴി ഈ ടീം വന്നതായിട്ടാണ് കാണുന്നത്. ഈ മൊബൈൽ ട്രേസ് ചെയ്തിട്ട് ഈ പറയുന്ന ജോയി, SI അനൂപ്, ഈ രാജേഷ്, രഞ്ജിത് കുമാർ ഇവരൊക്കെ കൂടി ബൈജു പൗലൂസിനോടൊന്ന് സൂപ്പർവൈസ് ചെയ്യാൻ പറഞ്ഞു. നേരെ ഇവരൊരു വണ്ടി എടുത്തിട്ട് ഈ ബൈജു അറേഞ്ച് ചെയ്ത് കൊടുത്തൊരു പ്രൈവറ്റ് വണ്ടിയിൽ, ഒരു ഇന്നോവ വണ്ടിയിൽ ഇവർ ഇതിൻ്റെ പുറകെ പോവുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഈ നമ്പർ പാലക്കാട് ഭാഗത്തേക്ക് പോയതായിട്ടാണ് കാണുന്നത്. പാലക്കാട് ജില്ലയിലെ തൃത്താല എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ അത് പെരുമ്പിലാവ് കഴിഞ്ഞിട്ട് പെരുമ്പിലാവിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ചാലിശ്ശേരിക്ക് പോകുന്ന റൂട്ടിൽ പോകും. തൃശ്ശൂർ വന്നിട്ട് തൃശ്ശൂരിൽ നിന്ന് നേരെ കോഴിക്കോട് റൂട്ടിൽ പോവുക. പെരുമ്പിലാവ് എത്തുമ്പോൾ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ചാലിശ്ശേരി റൂട്ടിലേക്ക് കയറും. അപ്പോൾ ആ റൂട്ടിൽ പോയിട്ട് ചാലിശ്ശേരിയിൽ നിന്ന് ലെഫ്റ്റിൽ തിരിഞ്ഞാൽ തൃത്താല റൂട്ടായി. ഇവർ ഈ നമ്പർ കിട്ടി ബൈജു പൗലൂസ് വരെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, കിട്ടുന്ന ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയൊക്കെയാണോ ഈ വണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഈ മൊബൈൽ ഏതിലേ പോകുന്നതനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ ഇങ്ങനെ ഈ വണ്ടിനെ ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു നാനോ കാർ കാണുന്നത്. അപ്പോൾ ഈ പറയുന്ന അനൂപ് എന്ന് പറഞ്ഞ CI ബൈജുവിനെ വിളിച്ചു. ബൈജു പൗലൂസിനെ വിളിച്ചിട്ട് ഇത് ഇന്നൊരു നാനോ കാർ കാണുന്നുണ്ട്, അതിൻ്റെ ലൊക്കേഷൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ അത് നോക്കുമ്പോൾ ഏകദേശം ഇവർ ഈ പറയുന്ന ലൊക്കേഷൻ അനുസരിച്ചാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബൈജു എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, സാർ ഇങ്ങനെ ഒരു നാനോ കാറുണ്ടത് അവരുടെയാണെന്ന് സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സംശയിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ആ കാർ ബ്ലോക്ക് ചെയ്യുക. ആ കാറിൽ നിന്നും പ്രതികൾ ഇറങ്ങിപ്പോകാൻ പറ്റാത്ത പോലെ ഡോറ് ബ്ലോക്ക് ചെയ്ത് നിർത്തണം. അത് വണ്ടിയുമ്പോൾ ചാരിയാലും കുഴപ്പമൊന്നുമില്ല, ഡോറ് ബ്ലോക്ക് ചെയ്ത് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. ഇവരാ വണ്ടി ഇങ്ങനെ പുറകെ ചേസ് ചെയ്ത് കുറേ കൂടി പോയിട്ട് ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഇവരാ വണ്ടിനോട് ചേർത്ത് വലതുവശം ഡോറിനോട് ചാരി എടുത്തു. ആ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ നേരെ അയാൾ വലതുവശത്തേക്ക് ചാലിലേക്ക് മറിഞ്ഞു. അതോടുകൂടി വലതുവശത്തിരുന്നവർക്ക് ഓടി ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ചാലിലേക്ക് വണ്ടി മറിഞ്ഞതോടുകൂടി ഇവരുടെ വണ്ടി കുറച്ചുകൂടി മുന്നോട്ടെടുത്ത് നിർത്തി. ഇവരിറങ്ങി വണ്ടിയിലുണ്ടായിരുന്ന 2 പേരെ ഇവർക്ക് കൈയോടെ അറസ്റ്റ് ചെയ്യാൻ പറ്റി. അതിലൊരാൾ, അയാളുടെ പേര് സലീം എന്നാണ്, അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ഈ സലീം അന്ന് ബാംഗ്ലൂർ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, ബാംഗ്ലൂർ നമുക്കറിയാം വലിയൊരു ബ്ലാസ്റ്റ്, ഒരു എക്സ്പ്ലോഷനുണ്ടായ സംഭവമുണ്ട്. അത് ഈ പറയുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പ് ചെയ്ത ഓപ്പറേഷനായിരുന്നു. അതിൽ NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിയായ സലീം എന്ന് പറഞ്ഞ ഒരുത്തരാണെന്ന് ഓടി രക്ഷപ്പെട്ടെ. മറ്റേ വണ്ടിയിൽ ഉണ്ടായിരുന്ന മറ്റു 2 പേര്, ഒരു അബ്ദുൾ ഹാലിം എന്ന് പറഞ്ഞ ആൾ. ഈ അബ്ദുൾ ഹാലിമിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പറഞ്ഞ തടിയൻ്റെ അവിടെ നസീറിൻ്റെ വലം കൈയായിട്ട് ഉള്ള ആളാണ് അബ്ദുൾ ഹാലിം. അയാളൊന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റി. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു പ്രതി അറസ്റ്റ് ചെയ്യാൻ പറ്റി. ഒരു അജീസ് ഉണ്ടായിരുന്നു, നമുക്ക് അജീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റി.
അപ്പോൾ ഏകദേശം ഒരു ഫറൂഖ്, അങ്ങനെ ഒരു സനൂപ്, അങ്ങനെ ഒരുപാട് പേരെ നമുക്കൊന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റി. ഈ പാലാരിവട്ടം ചളിക്കവട്ടത്തുള്ള ഒരു അജീസിനൊഴിച്ച് മിക്കവരെ നമുക്കൊന്ന് പിടികൂടാൻ പറ്റി. ഇവരെ കൊണ്ടുവന്ന് ചോദിക്കുമ്പോഴാണ് ആരാണ് ഈ പോലീസ് യൂണിഫോമിൽ ഉണ്ടായിരുന്നത്, എവിടെ നിന്നാണ് ഈ പോലീസ് യൂണിഫോം കിട്ടിയത് എന്ന് ചോദിക്കുമ്പോഴാണ് ഞങ്ങളുടെ തന്നെ പോലീസിലുണ്ടായിരുന്ന, പോലീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട, സസ്പെൻഷൻ നിൽക്കുന്ന രഞ്ജൻ എന്ന് വിളിക്കുന്നൊരു ASC ഉണ്ട്. ആ ASC ആയിരുന്നു അയാളുടെ യൂണിഫോം ഉപയോഗിച്ച് ഇവരായിട്ടൊരു കോൺസ്പിറസി നടത്തുമ്പോൾ. അയാളൊരു തികഞ്ഞ മദ്യപാനിയാണ്, ഈ മദ്യത്തിനടിയെന്ന് പറയാം. അപ്പോൾ അയാളെ വിളിച്ചു വരുത്തി അയാൾ ഈ പോലീസ് യൂണിഫോമിൽ ഇവരെ സഹായിക്കാൻ ഇവരുടെ കൂടെ വണ്ടി കയറി വന്നതാണ്. ആ ഓപ്പറേഷൻ എനിക്ക് കൊണ്ട് അവർ വളരെ വൃത്തിയായിട്ട് നടത്തി. പക്ഷേ ഇവരെ അറസ്റ്റ് ചെയ്യാനും ഇവരുടെ അടുത്ത് കുറേ അധികം പ്രോപ്പർട്ടി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ ഹാലിമിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ മലയാള ഭാഷയിലൊക്കെ സാധാരണ പറയില്ലേ, ഈ രണ്ടാക്കി വെട്ടി മുറിച്ചിട്ടാലും ഒരു കാര്യം പറയില്ല എന്ന് പറഞ്ഞാൽ അത്രക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരുത്തനാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് തോന്നി ഈ പറയുന്ന ആലുവ പ്രദേശത്ത് ഭാഗത്തുള്ള 2 പേരെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയിരുന്നു. അത് ഈ ആലുവ പാലത്തിൻ്റെ അടിയിൽ നമുക്കൊരു ബാഗ്, ഇവരുടെ വീട്ടിൽ നിന്നെടുത്തൊരു ബാഗ് ആലുവ പാലത്തിൻ്റെ അടിയിൽ ഒഴി നടക്കുന്നതായിട്ടൊരു തോണിക്കാരൻ പറഞ്ഞിട്ട് ആ ബേസ് നമുക്ക് കണ്ടെത്താൻ പറ്റി. ആ ബാഗ് ഉപേക്ഷിച്ച കാര്യം നമ്മൾ CCTV വെച്ച് അന്വേഷിച്ച് നോക്കുമ്പോഴും ഈ ബാഗ് ഉപേക്ഷിക്കാൻ പോകുന്ന മോട്ടോർ ബൈക്കിന് പോയ 2 പേര് അവർ ആലുവ വെളിയുന്നൊരു ഭാഗത്തുള്ളവരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അവരെ നമുക്ക് ഈ കേസിലേക്ക് പിന്നീട് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റി. ഏതായാലും ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടത്തുന്നത് നമ്മുടെ ATS ഉണ്ട്, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡുണ്ട്. അവരുടെ ഓഫീസ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഓപ്പോസിറ്റുള്ള നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള ബിൽഡിങ്ങിലാണ്. ഇപ്പോൾ ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഈ ATS ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് NIA അതിനെപ്പറ്റി ഒരുപാട് അന്വേഷിച്ചിരുന്നു. പിന്നീട് NIAക്ക് ഈ സലീം എന്ന് പറഞ്ഞ് ഓടിപ്പോയതിനെ പിന്നീട് NIA അറസ്റ്റ് ചെയ്യേണ്ടായി. അവനെ കണ്ണൂരുള്ള അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പിന്നീട് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റി. അവനെ കൂട്ടിക്കൊണ്ട് വന്ന് ഈ കേസിലേക്കും കൂടി നമുക്ക് അറസ്റ്റ് രേഖപ്പെടുത്താൻ പറ്റി. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഇതിൻ്റെ രസം, ഈ കേസിൽ പങ്കെടുത്തത് ഒരുപാട് പേരാണ്. കോൺസ്പിറസി നടത്താൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ക്രിമിനൽ കുറ്റകൃത്യം നടത്താൻ 7-8 പേരുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജിലും ഓരോ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, ഇത് 5 അതിലധികമോ പേര് കൂടി ചെയ്യുന്ന ഒരു റോബറി, ഇല്ലെങ്കിൽ ഒരു പിടിച്ചുപറി, ഇല്ലെങ്കിൽ ഒരു മോഷണം, അത് ബലം പ്രയോഗിച്ച് ചെയ്യുമ്പോൾ അത് ഡക്കോയിറ്റിയാണ്. അതിന് ഡക്കോയിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഡക്കോയിറ്റി എന്ന് പറഞ്ഞാൽ 5 അതിലധികം ആൾക്കാർ, 5 ആളിൽ കുറഞ്ഞാൽ അത് റോബറിൻ്റെ പിറവിൽ പോകും. റോബറിയും ഡക്കോയിറ്റിയും തമ്മിലുള്ളൊരു വ്യത്യാസം ഈ പറയുന്ന നമ്പേഴ്സ് ഓഫ് പാർട്ടിസിപ്പൻസ് ആണ്. അത് മാത്രമേ ഉള്ളൂ. എത്ര ആൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 5 ആയാൽ ഡക്കോയിറ്റിയായി, മറ്റേതായാൽ റോബറിയായി. പക്ഷേ റോബറിൻ്റെ ഒരു പ്രത്യേകത, പലപ്പോഴും പ്രിപ്പറേഷൻ ടു കമ്മിറ്റ് റോബറി, ആ ഒരു ഒഫൻസ് ഉള്ളത് 2-3 ഒഫൻസിന് മാത്രമേ ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്നുള്ളൂ. ഒന്ന്, നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു കുറ്റകൃത്യം നടത്താൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നടത്തിയാൽ. മറ്റൊന്ന്, നമ്മളുമായിട്ട് സൗഹാർദ്ദത്തിലിരിക്കുന്ന ഒരു രാജ്യവുമായിട്ട് ആ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു പ്രിപ്പറേഷൻ നടത്തിയാൽ അത് കുറ്റകൃത്യം ഒഫൻസാണ്. ഇല്ലെങ്കിൽ ഡക്കോയിറ്റ് നടത്താൻ വേണ്ടി ഞാൻ വാളും മേടിക്കുന്നു, മുളക് പൊടി മേടിക്കുന്നു, സ്പ്രേ മേടിക്കുന്നു, ഗ്ലൗസ് മേടിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ഒരു പ്രിപ്പറേഷൻ 5 അതിലധികം ആളുകൂടി നടത്തിയാൽ അത് ഒഫൻസാണ്. ഈ 3 കാര്യത്തിൽ മാത്രമാണ് സാധാരണ പ്രിപ്പറേഷൻ ടു കമ്മിറ്റ് ഒഫൻസ് കാണുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരെണ്ണം കൂടിയുള്ളത് ഈ കള്ളക്കമ്മട്ടം അടിക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തിയാൽ അതുകൂടി പെട്ടേക്കും. മറ്റ് ഏതൊരു കാര്യത്തിന് പ്രിപ്പറേഷൻ നടത്തിയാലും അതൊരു ഒഫൻസ് അല്ല എന്നുള്ളതാണ്. പലപ്പോഴും ഈ പോലീസ് കേസ് എടുക്കുമ്പോൾ ഞാനൊരു കത്തി മേടിച്ച് കൈവശം വെച്ചാൽ, ഞാൻ പറയണം ഞാൻ ഇതിനെ കൊല്ലാൻ വേണ്ടി കത്തി മേടിച്ച് വെച്ചേക്കണമെന്ന് പറഞ്ഞാലും പോലീസിന് കേസ് എടുക്കാൻ നിയമപരമായിട്ട് അധികാരമില്ല, നിയമം അനുശാസിക്കുന്നില്ല. അതൊരു പ്രിപ്പറേഷനാണ്. ഞാൻ എൻ്റെ അടുത്തുള്ള ഈ പോയിസൺ, ഞാൻ ഈ മേടിച്ചിരിക്കുന്ന എനിക്കൊന്ന് ലീഗലി പ്രൊഹിബിറ്റഡ് അല്ലാത്ത പോയിസൺ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലപ്പോൾ എലിവിഷം ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്നു. എൻ്റെ അടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കണം എന്തിനോടോ എലിവിഷം. ഞാൻ പറഞ്ഞു ഇല്ല സാർ, എനിക്ക് A എന്ന് പറഞ്ഞ ആളെ കൊലപ്പെടുത്താൻ വേണ്ടി ഞാൻ മേടിച്ചതാണ്. ഞാൻ A കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിലെന്ന് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയില്ല. അതിനെതിരായിട്ട് പോലീസിന് കേസെടുക്കാൻ പ്രൊവിഷനില്ല. പക്ഷേ പ്രിപ്പറേഷൻ ടു കമ്മിറ്റ് ഡക്കോയിറ്റ് ഒരു ഒഫൻസാണ്. അതുപോലെ തന്നെ അസംബിൾ ചെയ്താലും 5 അതിലധികമോ ആളുകൾ
ഒരു ഡക്കോയിറ്റി പിടിച്ചുപറി കൂട്ടായ്മ കവർച്ച നടത്താൻ വേണ്ടി ഒന്നിച്ച് കൂടിച്ചേർന്നിരുന്നാലും അത് 402 IPC പ്രകാരം ശിക്ഷാർഹമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ IPCൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി IPC നമ്മൾ സൂര്യോദയ അസ്തമയത്തിന് ആഫ്റ്റർ സൺസെറ്റ് ആൻഡ് ബിഫോർ സൺറൈസ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ ശിക്ഷ 14 ഇയേഴ്സാണ്. 14 വർഷം വരെ ശിക്ഷിക്കത്തക്ക കുറ്റമാണ്. സാധാരണ ഡക്കോയിറ്റി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് 10 കൊല്ലമേ ഉള്ളൂ. എന്നാൽ ഈ സൂര്യ അസ്തമയവും ഉദയവും വന്നു കഴിഞ്ഞപ്പോൾ 4 കൊല്ലങ്ങൾ മാറി. അതൊരു ഹൈവേ ഡക്കോയിറ്റി ആണെങ്കിൽ അത് പലപ്പോഴും ഈ പറഞ്ഞ ശിക്ഷ കൊടുക്കും. ഹൈവേയിൽ വെച്ച് നടക്കുന്ന ഡക്കോയിറ്റിക്ക് കൂടുതലാണ്. നമുക്കറിയാം പണ്ട് തഗ്സിനെയൊക്കെ നമ്മുടെ എനിക്ക് കൊണ്ടുവന്ന് ഡൽഹൌസിയാണെന്ന് തോന്നുന്നു നമ്മുടെ വൈസ്രോയി ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ അമർച്ച ചെയ്തത് വലിയ ബുദ്ധിമുട്ടിയിട്ടാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ തഗ്സ് അറിയപ്പെട്ടിരുന്ന ഒരു പിടിച്ചുപറി സംഘം തന്നെയായിരുന്നു. ഈ ഡക്കോയിറ്റി കേസിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഈ കേസിലും ഈ പറയുന്ന നമ്മുടെ അബ്ദുൾ ഹാലിം എന്ന് പറയുന്ന ശരിക്കും ഒരു ടെററിസ്റ്റാണ് അയാൾ. അയാളെ പറ്റി മറ്റ് ഒരുപാട് കേസുകളുണ്ട്. അയാൾ കുറുപ്പമ്പടിയിൽ നിന്ന് ഒരു എക്സ്പ്ലോസീവ്സ് ഷോപ്പ് കുത്തി തുറന്ന് മോഷ്ടിച്ച് എക്സ്പ്ലോസീവ്സ് എടുത്തുകൊണ്ട് പോയി പല സ്ഥലത്തും സ്ഫോടനം നടത്തിയത് ഈ ഹാലിം പ്രതിയാണ്. കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിൽ ഈ ഹാലിം പ്രതിയാണ്. കണ്ണൂർ 10 ലക്ഷം രൂപ പിടിച്ച് തട്ടിപ്പറിച്ചൊരു കേസിൽ ഈ ഹാലിം പ്രതിയാണ്. പക്ഷേ അയാൾ ഇപ്പോൾ ഇവിടെ നടത്തിയത് സിദ്ദിഖിൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഈ കുറ്റകൃത്യങ്ങളായിട്ട് ഐഡിയോളജി എന്നൊക്കെ മാറി ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ക്രിമിനലായിട്ട് മാറിയിരിക്കുകയാണ്. പലപ്പോഴും പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവാത്ത, ഒരിക്കലും റിഫോം ചെയ്യാത്തൊരു ക്രിമിനലായിട്ടുള്ള മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് തന്നെ തൊട്ടടുത്ത് വേറൊരു കേസ് പറയാവുന്നത് 2005 2005 നമുക്കറിയാം ഈ ന്യൂ ഇയർ ഈവൻറ്റ്. ന്യൂ ഇയർ ആകുമ്പോൾ ഈ പറയുന്ന ബീച്ചിൽ ഒരുപാട് ഹോട്ടലിൽ റോഡിലൊക്കെ ഇങ്ങനെ ആഘോഷമായിരിക്കും. പണ്ടൊന്നും നമുക്ക് ആഘോഷമില്ല. ഇപ്പോൾ എല്ലാവർക്കും ജാനുവരി 1 പിറക്കാൻ പോകുന്നതിൻ്റെ ആഘോഷം December 31 വളരെ തകൃതിയായിട്ട് നടക്കും. മദ്യപിച്ച് നടക്കുന്നവർ, ഡ്രഗ്സ് അടിച്ച് നടക്കുന്നവർ, ബീച്ചിലാണെങ്കിൽ കൂട്ടത്തോടെ ആളുകളുണ്ടാവും. ആ 31 December 31 രാത്രി, അതായത് ജാനുവരി 1 പുലർച്ചെ ഒരു 1:30 മണിയോട് കൂടി ചാവക്കാട് ആ കടപ്പുറത്തുള്ള ഭാഗത്ത് തിരുവത്രക്കടുത്തായിട്ട് ഒരു ടാങ്കർ ലോറി, പെട്രോൾ കൊണ്ടിരുന്ന ടാങ്കർ ലോറി ഒരു 5 പേര് കൂടി തടുത്തു നിർത്തുകയാണ്. ആ പ്രദേശത്തുള്ള കുട്ടികളാണ്. അത് പിന്നീടാണ് മനസ്സിലാവുന്നത്. തടുത്തു നിർത്തി വാള് കൊണ്ടുവന്ന് ഈ ടാങ്കർ ലോറിയിലെ ഡ്രൈവറിൻ്റെ കഴുത്തിന് വെച്ചിട്ട് അതിലോട്ട് പൈസ ഡിമാൻഡ് ചെയ്യണം. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല, എൻ്റെ അടുത്ത് ആകെ ഉള്ളത് ചിലവിനുള്ള പൈസയാണ്. ഞാൻ ഈ ടാങ്കറിലുള്ള ഡീസലും പെട്രോളൊക്കെ കൊണ്ടുപോയി പമ്പിൽ ഇറക്കി കൊടുത്താൽ എനിക്കതിൻ്റെ കൂലി കിട്ടും. ഈ ടാങ്കർ എൻ്റെ അല്ല, അയാളുടെയാണ്. അപ്പോൾ ഇവരാൾ ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ടാങ്കർ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോകും, നീ താഴെ ഇറങ്ങിക്കോ. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ താഴേക്ക് ഇറങ്ങാം, പക്ഷേ ടാങ്കർ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്? ഇത് നിങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയാലും ഈ ഡീസലും പെട്രോളും അവരെടുക്കില്ല. കാരണം ഒന്നുകിൽ അവർ എവിടെ അറിയിച്ചാലോ അവിടെ നിന്ന് ഇൻഫർമേഷൻ കൊടുത്തിട്ട് വേണം ഈ പെട്രോൾ കമ്പനിയിൽ നിന്ന്, ഓയിൽ കമ്പനിയിൽ നിന്ന് ഓയിൽ കൊണ്ടുവരാൻ. ഇല്ലാണ്ട് അവരത് ഫില്ല് ചെയ്യില്ല. ഉടൻ തന്നെ ഇവർ അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്ന പൈസ മുഴുവൻ ബലമായിട്ട് എടുത്ത് മേടിച്ചു, അയാളെ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്രോൾ ബങ്കിൻ്റെ ഉടമസ്ഥനുണ്ട് കമറുദ്ദീൻ. അയാളൊരു പരാതി വന്ന് ചാവക്കാട് സ്റ്റേഷനിൽ പെട്ടിട്ട് പോലീസൊരു കേസ് എടുത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ഡക്കോയിറ്റിക്കാണ്. ഡക്കോയിറ്റി എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുമ്പുമുള്ള ഹൈവേ ഡക്കോയിറ്റി, ഹൈവേയിൽ നടക്കുന്ന പിടിച്ചുപറി, ഹൈവേ റോബറി, ഹൈവേ ഡക്കോയിറ്റിയാണത്. അപ്പോൾ ആ കേസിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പോലീസ് ഇത് അന്വേഷിക്കുന്നതിന് മുമ്പ് നോക്കുമ്പോൾ അന്ന് നമുക്കറിയാം ഈ ജാനുവരി 1 ബന്ധപ്പെട്ട് December 31 റോഡിൽ മുഴുവൻ പോലീസ് ഉണ്ടാവും. ഉള്ള പോലീസുകാർ മുഴുവൻ നമ്മൾ റോഡിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടാവും. നാട്ടുകാർ മുഴുവൻ ന്യൂ ഇയർ ഈവ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ പാവം പോലീസുകാർ മുഴുവൻ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന കണ്ട് ഇവരുടെ ഇഷ്യൂസൊന്നും ഇല്ലാണ്ട് ഇവരൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഓടി നടക്കുകയായിരിക്കും. പല സ്ഥലത്തും പൊതുസ്ഥലത്തുള്ള മദ്യപാനം കാണും, പൊതുസ്ഥലത്തുള്ള ആർപ്പുവിളിയും ബഹളവും കാണും. മദ്യപിച്ചവർ റോഡിൽ കൂടി പോകുന്നവരെ തടുത്തു നിർത്തി ചിലപ്പോൾ അസഭ്യം പറയുന്നുണ്ടാവും, ചിലപ്പോൾ ന്യൂ ഇയർ വിഷസ് ഉണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് പലപ്പോഴും നടക്കുന്നതാണ്, നമ്മൾക്കൊക്കെ കാണുന്നതും അനുഭവമുള്ളതുമാണ്. അപ്പോൾ ഈ പറഞ്ഞ കുട്ടികൾ പിന്നെ നോക്കുമ്പോൾ അതിലേ വന്നത് ഒരു ടൂറിസ്റ്റ് ബസ്സാണ്. ആ ടൂറിസ്റ്റ് ബസ് കൊല്ലത്തുനിന്ന് അവർ കോഴിക്കോട് ഭാഗത്ത് പോയിട്ട് കുട്ടികളുമായിട്ട് പോകുന്ന ബസ്സായിരുന്നു. ആ ബസ് ഇവർ തടുത്തു നിർത്തി, ആ ബസ്സിനകത്ത് കയറി ആ ഡ്രൈവറിനെ ഭീഷണിപ്പെടുത്തി അവൻ്റെ പോക്കലുണ്ടായ പൈസ മുഴുവൻ ബലമായിട്ട് മേടിച്ചു. അപ്പോൾ ഇവർ ഈ രാത്രി ആയതുകൊണ്ട് ചില കുട്ടികൾ കണ്ടവർ കരയാൻ തുടങ്ങി, ചിലർ നല്ല ഉറക്കത്തിലാണ്.
ഈ കുട്ടികൾ കരഞ്ഞ് കേട്ടപ്പോൾ മിണ്ടണ്ട അനങ്ങണ്ട അന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഇവർ ഡ്രൈവറിൻ്റെ പോക്കറ്റിലുണ്ടായ പൈസ വീണ്ടെടുത്ത് ഇറങ്ങിപ്പോയി. അന്നേരം ഇവരുടെ കയ്യിലെ വാള് വെച്ചിട്ടാണ് ഇവർ ഭീഷണിപ്പെടുത്തുന്നത്. അത് പിന്നീടൊരു ഇൻസിഡൻറ്റ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനാണത്, ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട്. പിന്നീട് നോക്കുമ്പോൾ ആ വഴിക്കുന്നൊരു ബൈക്ക് അവനെ തടുത്ത് നിർത്തി. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ്റെ അടുത്ത് കാശൊന്നുമില്ല എന്ന് പറഞ്ഞു. അവൻ്റെ കഴുത്തിൽ വാള് വെച്ച് ബൈക്കിൽ നിന്ന് താഴെ ഇറക്കി ആ ബൈക്ക് ഇവർ തട്ടിക്കൊണ്ടുപോയി. 3 ആളാമത്തെ ബൈക്ക് കയറിപ്പോയി, മറ്റുള്ളവർ അതിൻ്റെ പുറകെ നടന്നുപോയി. ഇത് നമ്മൾ അന്വേഷിച്ചു ആരാണ് എന്താണെന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് തോന്നി ഈ പരിസരത്തുള്ള ആരെങ്കിലും ആയിരിക്കണം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ ചാൻസ്. പുറത്തുനിന്ന് വന്ന ഒരാൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കുറ്റകൃത്യം നടത്താൻ ചാൻസ് കുറവാണ്. അതിനെപ്പറ്റി കമറുദ്ദീൻ്റെ അടുത്ത് തന്നെ അന്വേഷിച്ചപ്പോൾ കമറുദ്ദീൻ്റെ സഹായത്തോടു കൂടി, കമറുദ്ദീൻ അവിടെ കുറച്ചൊരു ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്, അവിടെ നിന്ന് കുറച്ച് മാറിയാണ് അവിടെ പെട്രോൾ ബങ്ക്. നമ്മൾ അന്വേഷിക്കുമ്പോൾ അവിടെ ഷേഡി ക്യാരക്ടേഴ്സായിട്ട് ഈ ചെറിയ ചെറിയ ക്രിമിനൽ ആക്ടിവിറ്റീസൊക്കെ നടത്തുന്ന ഒരു 5 പേരെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റി. 5 പേരെ നമ്മൾ അറസ്റ്റ് ചെയ്ത് കോടതി പ്രൊഡ്യൂസ് ചെയ്തു. ഈ 5 പേരെയും ഭാഗ്യത്തിന് കോടതി 10 കൊല്ലം വരെ ശിക്ഷിച്ചു. പിന്നീട് 2 പേര് അപ്പീലിറങ്ങിയിട്ട് ഗൾഫിലേക്ക് രക്ഷപ്പെട്ട് പിന്നീട് ഒരു തിരിച്ചു കിട്ടിയില്ല നമുക്ക്. ഏതായാലും ഈ പറയുന്ന പലപ്പോഴും നടക്കുന്ന കൂട്ടായ്മ കവർച്ച ഇല്ലെങ്കിൽ റോബറി, തെഫ്റ്റ്, ഇതൊക്കെ പലപ്പോഴും മദ്യപിച്ചിട്ട് മദ്യത്തിൻ്റെ ലഹരി നടന്നുണ്ടാവും. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോൺസിക്വൻസസ്, ഇതിന് വരുന്ന ശിക്ഷ, ഒരു ക്രിമിനൽ കേസിൽ കൺവിക്റ്റ് ചെയ്താൽ അയാൾക്ക് പാസ്പോർട്ട് കിട്ടില്ല, അയാൾക്കൊരു പാസ്പോർട്ടിലാണ് അയാൾക്കൊരു വിസ കിട്ടില്ല, ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. നമുക്കറിയാം പല രാജ്യങ്ങളും PCC മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട്. കുവൈറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർ അകത്തേക്ക് കടത്തുള്ളൂ, അപ്പോൾ അത് കിട്ടത്തില്ല. അപ്പോൾ പല കാര്യങ്ങളിലും ഈ പറയുന്ന തടസ്സങ്ങൾ പിന്നീടുണ്ടാവും. ജയിലിൽ കിടക്കേണ്ടി വരും. ഇവർക്ക് കിട്ടുന്ന പൈസതിൻ്റെ 10 ഇരട്ടിയോ 20 ഇരട്ടിയോ മുടക്കിയിട്ടാവും ഇവർക്ക് കേസ് നടത്തിയ വക്കീലിന് കാശ് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി അത്രയും പൈസ മുടക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസസ് പലപ്പോഴും അറിയാണ്ട് ഈ ചെറിയ പ്രായത്തിൽ അന്ന് അറസ്റ്റ് ചെയ്തവരൊക്കെ വളരെ പ്രായം കുറഞ്ഞവരായിരുന്നു. 24, 25 വയസ്സുള്ള കുട്ടികളായിരുന്നു. ആ ഒരു നമ്മളുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ആ ഒരു ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിൽ കാട്ടിക്കൂട്ടുന്ന ഈ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് പിന്നീട് പലപ്പോഴും അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്നതാണ്. അത് അവരുടെ ജീവിതത്തെ തന്നെ പിന്നോട്ടടിക്കുന്ന രീതിയിലാണ്. അത് പലപ്പോഴും ഇതിൻ്റെ കോൺസിക്വൻസസിനെ പറ്റി ആലോചിക്കണം, ഇല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കെങ്കിലും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് 3/9/2005 വൈകിട്ട് പേരാമംഗലം പോലീസ് സ്റ്റേഷനിലേക്കൊരു ഫോൺ കോൾ വന്നു. അതായത് അവിടെ ടോം എന്ന് പറഞ്ഞൊരു കുട്ടി, 20-21 വയസ്സുള്ള കുട്ടി, കാറുമായിട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്.